ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ കരിയറിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇന്ന് പല വ്യക്തികളും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി കാണുന്നത് കരിയറിനാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോടാണോ ജോലിയോടാണോ ഉള്ള ആത്മാർത്ഥത എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞാലും ഇമെയിൽ ചെക്ക് ചെയ്യുക, വീക്കെൻഡിൽ ഇരുന്ന് ജോലികൾ ചെയ്യുക. ഇങ്ങനെ തന്നെയും തൻ്റെ വ്യക്തിബന്ധങ്ങളെയും എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ഇത് നിങ്ങളെ എവിടെ കൊണ്ടെത്തിക്കും? നമ്മുടെ കരിയർ നമുക്ക് ഇൻകം നൽകും. നമുക്ക് നന്നായി ജീവിക്കണമെങ്കിൽ ഇൻകം വേണം. എത്രത്തോളം കാശുണ്ടെങ്കിലും വ്യക്തിബന്ധങ്ങൾ മോശമായാൽ, റിലേഷൻഷിപ്പുകൾ നന്നായി കൊണ്ടുപോകുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമില്ല. നമുക്ക് ഹാപ്പിനെസ് എന്താണെന്ന് അനുഭവിച്ചറിയുവാൻ സാധിക്കില്ല. ഒരു ഓവറോൾ വെൽബീയിങ് വേണമെങ്കിൽ നിങ്ങൾ ഇതിനെയെല്ലാം ഈക്വലൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ ലൈഫ് പാർട്ട്നേഴ്സ്, മക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ, ഇങ്ങനെ ഒത്തിരി പേര് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. കുറച്ച് നല്ല നിമിഷങ്ങൾ അവരുമായിട്ട് പങ്കിടാൻ ശ്രമിക്കുക. കൂടെ നടക്കാനും കൂട്ടിന് പോരാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഒപ്പം നർച്ചറിങ് യുവർ പാഷൻ, prioritizing your health, find out the purpose of your life. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇരിക്കുന്ന ആ കസേരയിൽ നിങ്ങളില്ലെങ്കിൽ ആ പ്രസ്ഥാനം തന്നെ നിന്നു പോകും എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അത് വെറുതെയാണ്. നിങ്ങളിന്നില്ലാതെയായാൽ നിങ്ങളുടെ ഫ്യൂണറൽ നടക്കുന്നതിന് മുമ്പ് ആ സ്ഥാനത്തിരിക്കേണ്ട വ്യക്തി ആരാണെന്ന് ആ അതോറിറ്റി തീരുമാനിച്ചിരിക്കും. ആ വ്യക്തിക്ക് മെയിലും കൊടുത്തിരിക്കും. നഷ്ടം നിങ്ങളുടെ ഫാമിലിക്ക് മാത്രം. അപ്പോൾ നിങ്ങൾ കരിയറിന് ഏറെ പ്രാധാന്യം കൊടുത്താൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ ജോലി വളരെ സ്ട്രക്ചേർഡായിട്ട്, സ്കിൽഫുള്ളായിട്ട്, സ്ട്രാറ്റജിക്കായിട്ട് ചെയ്യാമെങ്കിൽ 7 to 8 hours ധാരാളം മതി നിങ്ങളുടെ ജോലി ചെയ്യുവാനായിട്ട്. ബാക്കി സമയം നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡും ATM ഒക്കെ ചിലപ്പോൾ ഫാമിലിക്ക് മുമ്പിൽ അങ്ങ് സമർപ്പിച്ചിട്ടുണ്ടാവും. വാട്ട് എവർ വാണ്ട് യു ബൈ എന്നുള്ളതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ആർക്ക് വേണം നിങ്ങളുടെ കാശ്? നിങ്ങൾക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്നവർക്കും കാശുണ്ടാക്കാനൊക്കെ അറിയാം. അതിനുള്ള സ്കില്ലും പൊട്ടൻഷ്യലും ഒക്കെ ഉള്ളവർ തന്നെയാണ്. മനസ്സിലാക്കേണ്ടത്, അവർ അവിടെ ആയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, അതുപോലെ നിങ്ങളുടെ ലൈഫ് പാർട്ട്നേഴ്സൊക്കെ നന്നായി ജീവിച്ചു പോകുന്നത്. സോ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾക്ക്, നിങ്ങളുടെ ആരോഗ്യത്തിന്, നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫിന്, നിങ്ങളുടെ പാഷനൊക്കെ പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ കരിയറിനെയൊക്കെ ഒന്ന് നന്നായിട്ട് നിങ്ങൾ കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നിറയട്ടെ. താങ്ക് യു.